വൈകാരിക അകൽച്ച കൂടുമ്പോൾ ഇമോഷണൽ ഡിസ്റ്റൻസ് വരുന്ന സമയത്ത് രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. ആദ്യത്തേത്, സ്ത്രീകളെ സംബന്ധിച്ച് അവർ പറയുന്ന പരാതികളും അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളും ഒക്കെ നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. എത്രമാത്രം അവർ ഹേർട്ട് ആയിട്ടുണ്ടാകും എന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് സ്ത്രീകളോട് വളരെ വഴക്കൊക്കെ അടിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ ഒരു സിറ്റുവേഷനിൽ ഡീൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിൽക്കേണ്ടത്. അവരുടെ വാക്കുകളും ചിന്തകളും ഒക്കെ അവരെങ്ങനെ ഫീൽ ചെയ്തു എന്നതിന് നേരെ വിപരീതമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ മാത്രമായിരിക്കും. അവരെങ്ങനെ ആ സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി ആണുങ്ങളെ സംബന്ധിച്ച്, ആണുങ്ങളുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവർ എത്രമാത്രം എഫേർട്ട് എടുത്തു അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ കൂടുതൽ നന്നായിട്ട് ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ തോന്നുക. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുടെ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ഫീല് കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. റിസൾട്ടിൽ നോക്കുക ചെയ്യരുത്. അവരത് സോൾവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ പോലും നമുക്കത് വീണ്ടും മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.